ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിലും ടൈറ്റിൽ എല്ലാവരും കണ്ടുവല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ DJI മിനി വാങ്ങിച്ചതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ. നമ്മൾ കൂടുതലൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നമ്മളൊരു ട്രയൽ ഷോട്ടാണ് DJI മിനി വാങ്ങിച്ചതിൻ്റെ മിനി 2 വാങ്ങിച്ചതിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ ഇരുന്ന് കാണുക. ട്രയൽ ഷോട്ട് ആയതുകൊണ്ട് തന്നെ ധാരാളം പോരായ്മകളുണ്ടാവും, ധാരാളം തെറ്റുകളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. ഇതുപോലൊരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കത് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും അത്യാവശ്യമാണ്. നമ്മൾ ഈ ഡ്രോണും കൊണ്ട് ട്രയൽ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അബുദാബിയിൽ നിന്ന് നമ്മൾ ഹമീമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബരീഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതായത് മരുഭൂമി കീഴടക്കിയ ഒരു റോഡ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഒരു റോഡ് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും അധികം മണ്ണ് വന്ന് മൂടിയതെന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ലൊക്കേഷനിൽ വന്നപ്പോൾ ആദ്യം നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആൾക്കാരിങ്ങനെ കൂടി വന്നു. പക്ഷെ അതൊരു ശരിക്കും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ധാരാളം ഫാമിലീസ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, പട്ടം പറത്താനും മറ്റുമൊക്കെ ആയിട്ട്. അബുദാബിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ലൊക്കേഷൻ കാണുന്നത്. ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ വീഡിയോസിലും പിക്ചേഴ്സിലാണെങ്കിലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നേരിട്ട് ഇതുപോലൊരു കാഴ്ച കാണുന്നത്. മരുഭൂമിക്ക് നടുവിലെ കൂടി ഒരു റോഡ്, അവിടെയാണെങ്കിൽ ഫുള്ള് മണൽ മൂടിക്കിടക്കുന്നത്. ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച. മരുഭൂമി ആണെങ്കിലും മണൽക്കൂനകളാണെങ്കിലും അതിലേറെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ് ഇത്. ശരിക്കും ഈ ഒരു റോഡ് കാണുമ്പോൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകണ റോഡാന്നുള്ളത്. അബുദാബിയിൽ നിന്ന് ഏത് എമിറേറ്റിലേക്ക് പോകണതാണതോ ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് ഒരെത്തും പിടുത്തം ഒന്നും കിട്ടുന്നില്ല മാപ്പ് നോക്കിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രോൺ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി കുറച്ച് മാത്രമേ ഇത് വിസിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതുപോലെ ഫുള്ള് മണൽ വന്നിട്ട് മൂടിപ്പോയേക്കാണ്. എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഇവർ ഓപ്പൺ ആക്കിയതായിരിക്കാം മേ ബി. എന്താണ് ഏതാണെന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ആയിക്കോട്ടെ എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ ഓപ്പൺ ആക്കിയെങ്കിൽ.
എൻ്റെ വീടിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിനെ കുറിച്ചിട്ട് മൈ ഡ്രോൺ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ UAEയിൽ നമുക്ക് ഒരുപാട് ഫ്ലൈ സോൺ ഏരിയകളുണ്ട്, അതുപോലെ തന്നെ ധാരാളം റെസ്ട്രിക്റ്റഡ് ഏരിയകളും ഉണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു ആപ്പ്. UAEയുടെ തന്നെ ആപ്പാണിത്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ യെല്ലോ സോൺ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബരീഡ് റോഡ് ഞാൻ വന്നിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് വരുന്നവരെന്തായാലും ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് അലൗഡ് ആണോ എന്താണെന്നുള്ളത്. ചില സമയത്ത് അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് മാറിയേക്കാം, നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഓരോ ലൊക്കേഷൻസ്. അപ്പോൾ വരുന്നവർക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൊക്കേഷൻസ് സെർച്ച് ചെയ്യുന്നവർക്കും. ഡ്രോൺ വാങ്ങിച്ച സമയത്തിന് ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ലൊക്കേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ ഒരു സുഹൃത്താണ് ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലൊക്കേഷൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കാണുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് താങ്ക്സ്, എനിക്കിതൊക്കെ പറഞ്ഞു തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നതിന്. ഇന്നിപ്പോൾ ഞാനിവിടെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കുക. കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇനിയും പുതിയ പുതിയ വിഷ്വൽസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ദുബായിക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മറ്റുള്ള എമിറേറ്റ്സിലൊന്നും പോകാത്തത്. നമുക്കറിയാം കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ അബുദാബിയിലുള്ള ഓൾമോസ്റ്റ് സ്ഥലങ്ങളിൽ നമ്മൾ പോയി കണ്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. The ramp to Al Ain, Dubai Road.